ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഹെന്ന ചെയ്ത് നോക്കൂ, മുടി തിളങ്ങും. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊന്ന് ഹെന്ന ചെയ്ത് നോക്കിയാലോ? അപ്പോൾ കൂടെ കുടിക്കോ. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് ഹെന്ന പൗഡർ അതിലേക്ക് ഇടുക. ഞാൻ 2 പാക്കറ്റ് ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. കാരണം മുടിയുടെ നീളത്തിനനുസരിച്ച് നമുക്ക് 1 പാക്കറ്റോ അല്ലെങ്കിൽ 2 പാക്കറ്റോ എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 സ്പൂൺ ചായപ്പൊടി ഇട്ട്, ചിലവർ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇടും, ഞാനത് ഇടുന്നില്ല. ഒരു ബീറ്റ്റൂട്ട് എടുത്ത് അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം ഇട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനെ തിളപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബീറ്റ്റൂട്ട് നന്നായി വെന്ത് കിട്ടിയാൽ മാത്രമേ അത് എന്താ പറയുക, അരയ്ക്കാൻ എളുപ്പമുണ്ടാവും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഹെന്ന പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിജിനൽ മൈലാഞ്ചി പറിച്ചും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒറിജിനൽ മൈലാഞ്ചി പറിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നാരുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അരച്ച് വരുമ്പോൾ നാരുകൾ, അത് നമ്മൾ മുടി കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴും അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടും ചായപ്പൊടിയും കൂടി ഇട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിക്കണം, കാരണം നമുക്ക് ബീറ്റ്റൂട്ട് വെന്ത് കിട്ടണം. പെട്ടെന്ന് നന്നായിട്ട് ക്രീം പോലെ അരിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ലപോലെ വേവണം. വേണമെങ്കിൽ 1 ഗ്ലാസ് എന്നുള്ളത് ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കരുത്, കാരണം നമുക്ക് ഈ വെള്ളം മുഴുവനും ഇനി യൂസ് ചെയ്യാനുള്ളതാണ്. അതുപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ വരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഹെന്ന പൗഡറിൻ്റെ കളർ എന്താണോ അതുപോലെ പക്ക ഹെന്ന ചെയ്തതുപോലെ തന്നെ ഇരിക്കും. മുഴുവൻ മുടി നരച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നരച്ചവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് പോലെ തോന്നും, അല്ലാതെ പക്ക ഹെന്ന ചെയ്തതുപോലെ ആയിരിക്കില്ല. നല്ലപോലെ ഒരു കളർ ചെയ്തതുപോലെ ആയിരിക്കും. ഇനി നമ്മൾ അതൊന്ന് കുറച്ച് ആറിയതിന് ശേഷം ആ ബീറ്റ്റൂട്ടൊക്കെ നമ്മൾ കോരി എടുക്കുകയാണ് മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കുറച്ച് ചൂടാറണം, ഒരുപാട് ചൂടാറാനും പാടില്ല. നമുക്ക് അരച്ചെടുക്കണം. ബാക്കിയുള്ള വെള്ളം ഞാനവിടെ വച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യം വരും. ഇത് അരച്ചെടുത്ത് നമ്മൾ ആദ്യമായിട്ട് ഹെന്ന പൗഡറിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം വെള്ളം, അതിൻ്റെ അകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഒഴിച്ച് നോക്കണം. വളരെ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ഞാൻ അല്പം ഉലുവാപ്പൊടി, നീലാമരിപ്പൊടി ഇതൊക്കെ ഇട്ടു. നെല്ലിക്കപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതുപോലെ അലോവേര നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നല്ലപോലെ ഇളക്കുക. കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. വളരെ ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ തലയിൽ തേച്ച് കഴിയുമ്പോൾ ഇത് ഫേസിലൂടെയൊക്കെ ഒഴുകും. അപ്പോൾ വളരെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണത്. അതുകൊണ്ട് തികഞ്ഞില്ലെങ്കിൽ മാത്രം നമ്മൾ പച്ചവെള്ളം എടുക്കണുള്ളൂ, വേറെ അതുകൊണ്ട് തികയും. അപ്പം നോക്കി കുറേശ്ശെ ആഡ് ചെയ്യാണ്. നിങ്ങളിങ്ങനെ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല ഭംഗിയായിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. അതേസമയം നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒന്നും ആളുകൾ മിക്സ് ചെയ്തിട്ട് ആവണമെന്നില്ല ചെയ്യണത്. എല്ലായിടത്തും അല്ല, പല സ്ഥലങ്ങളിലും എളുപ്പത്തിന് ഹെന്ന പൗഡർ ജസ്റ്റ് ഇതായിട്ട് ആക്കിയിട്ട് മാത്രമായിരിക്കും ചെയ്യുക. അപ്പോൾ നമ്മളിത് 1 ദിവസത്തേക്ക് നമ്മളത് വച്ചേക്കണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊരു ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഇരുമ്പ് ചീഞ്ചട്ടി വീട്ടിലില്ലെങ്കിൽ 2 ആണി അതെന്തായാലും ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ടാലും മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് തയ്യാറാക്കി വെക്കാൻ. ഒരുപാട് വെള്ളമാവരുത്. നമ്മൾ 12 മണിക്കൂറിന് ശേഷം എടുത്ത് തലയിൽ തേക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഇതിലേക്ക് മുട്ടയുടെ വെള്ളം കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ വെള്ളവും കൂടി വരുമ്പോഴത്തേക്ക് ഒരുപാടായി പോകരുത്, വളരെ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം. എനിക്ക് ഇരുമ്പ് ചീഞ്ചട്ടി കിട്ടാത്തത് കാരണം കൊണ്ട് ഞാൻ ആണിയാണ് വച്ചിരിക്കുന്നത്. എനിക്ക് 1 ആണിയേ കിട്ടിയുള്ളൂ. 2-3 ആണിയെങ്കിലും നിങ്ങൾ ഇട്ട് വയ്ക്കുക. അടച്ചു വെച്ചേക്കാണ് 24 hours കഴിഞ്ഞെടുക്കാൻ. അപ്പോൾ 24 hours കഴിഞ്ഞു. നമ്മളത് എടുക്കുവാണ്, സ്കാൽപ്പിൽ തേക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ആണി ഒക്കെ വച്ചിരിക്കുന്നതൊക്കെ എടുത്ത് മാറ്റണം. ഇതെടുത്ത് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നോക്കുമ്പോൾ തന്നെ അറിയാം കളറ് നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഹെന്ന എല്ലാം പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹെന്ന ചെയ്യണതിന് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം. നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവാൻ പാടില്ല, അഴുക്കുണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ട് ഷാമ്പു വാഷും കണ്ടീഷണർ വാഷും ചെയ്തിരിക്കണം. ഞാൻ സാധാരണയായിട്ട് തലേ ദിവസമാണ് ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുക. കാരണം നമുക്കറിയാം ഹെന്ന ചെയ്യണ ദിവസം ഇതൊക്കെ ചെയ്യാൻ പോയാൽ ആദ്യം നമ്മൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യണം, കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യണം, അത് കഴിഞ്ഞ് ഹെന്ന ഉപയോഗിച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്യണം.
അപ്പോൾ 2-3 തവണ മുടി വാഷ് ചെയ്യേണ്ടി വരും. നമ്മൾ എന്തായാലും വീട്ടിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തലേന്ന് തന്നെ ഷാമ്പു കണ്ടീഷണർ ഇട്ട് വെച്ചേക്കുക. ഇനി ഷാമ്പു കണ്ടീഷണർ ഇട്ട് വെച്ച് കഴിഞ്ഞ് കുറേ എണ്ണ കോരി തേച്ചേക്കാമെന്ന് വിചാരിച്ചാൽ ആരും എണ്ണയൊന്നും കോരി തേക്കരുത്. കാരണം എണ്ണമയമുള്ള മുടിയിൽ എണ്ണയുടെ കളർ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ന്യൂട്രീഷൻസ് എല്ലാം കിട്ടും, പക്ഷെ നമുക്ക് വേണ്ടത് ബെസ്റ്റ് റിസൾട്ടാണ്. നമുക്ക് കളറും വേണം, ന്യൂട്രീഷൻസും വേണം, എല്ലാം വേണം. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എണ്ണമയം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഷാമ്പു വാഷൊക്കെ ഇട്ടിട്ട് പിന്നെ എണ്ണയൊന്നും കോരി തേക്കാതെ എന്നിട്ട് വേണം നമ്മൾ ഹെന്ന ചെയ്യാൻ. ഇനി ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രമാണ് നമ്മൾ എഗ് വൈറ്റ് ചേർക്കുന്നത്. ചിലവർ ഈ ഒരു ടൈമിൽ തന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീരൂടി എടുക്കും. പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. ഞാൻ എഗ് വൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഒഴിക്കുന്ന വെള്ളം നോക്കി വേണം ആഡ് ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ. പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടി വെള്ളം വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂണാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കരുത്. ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ ഹെയറിലുമായിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണ്. വേറെ ആരെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്തൊക്കെ തരാനുണ്ടെങ്കിൽ നല്ലപോലെ മുടിയൊക്കെ ഒരു എന്താ പറയുക ലെയറായിട്ട് എടുത്ത് നമുക്ക് ചുറ്റിയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ തന്നെത്താനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ലെയറായിട്ട് എടുത്ത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണത്. മുടി ഫുൾ അപ്ലൈ ചെയ്യാനുള്ള ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹെയറിൻ്റെ ഫ്രണ്ടിലും സ്കാൽപ്പിലെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുടിയിലാക്കുക. ഇനി 1 ഹവറാണ് ഞാൻ ഇതിങ്ങനെ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് 1 ഹവർ കഴിഞ്ഞ് മുടി വാഷ് ചെയ്തപ്പോൾ നല്ല സിൽക്ക് പോലെ ആയിട്ടുണ്ട് മുടി. അതുമാത്രമല്ല നല്ലപോലെ കളറും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.